അപ്പൊ അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ശിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്, അവന് കാഫിറായി പോവും. അള്ളാഹ് ഒരു കാര്യം ശിർക്ക് എന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് ശിർക്കല്ല, ഹറാമാണ് പക്ഷെ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫിറായി പോയി, മതത്തിൽ നിന്ന് പുറത്തു പോവും. അത്ര വലിയ സീരിയസ് ആയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധവുമായിട്ട് നമ്മൾ സഹകരിക്കാത്തത് ഈ ശിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ്. 2000-ൽ ആശയപരമായ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരു വിഭാഗം ഈ പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തൗഹീദിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിന്ന് അവരെന്ത് ചെയ്തു? വേറൊരു വഴിയിലേക്ക്, ഒരു ചിന്തയിലേക്ക് അവർ മാറി. ഇന്നവർ മർക്കസ് ദാവ എന്ന പേരിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ അവർ ഇവിടെ വെച്ചൊരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മലക്കുകളും ജിന്നുകളുമൊക്കെ അഭൗതിക ശക്തികളാണ്. അവർ തീർത്തും അഭൗതികമാണ്. അവരുടെ ഇടപെടൽ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അഭൗതിക മാർഗത്തിലൂടെയാണ്. അതുകൊണ്ട് ജിന്നും മലക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ, അങ്ങനെ വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്, കുഫറാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഷിർക്കും കുഫറുമാണ്. കാരണം അവരിടപെടൽ അഭൗതിക അസാധാരണ മാർഗത്തിലൂടെയാണ് എന്ന് ഇവിടെ എന്ത് ചെയ്തു? 2000 മുതൽ ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു വാദം ഇവിടെ കടന്നു വരികയാണ്. ഇപ്പോൾ സലാം സുല്ലമി റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അദൃശ്യം അഭൗതികം, പിന്നെ തൗഹീദ് നവയാഥാസ്ഥികരുടെ വ്യതിയാനം എന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പിന്നെ 11-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദൃശ്യം അഭൗതികം വ്യതിയാനം എന്ന തലക്കെട്ടിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഷിർക്കും കുഫറും സംഭവിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഇനി അദ്ദേഹം സെൻസിങ്ങിന് കൊടുത്ത ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൗലവി വിഭാഗക്കാർ മുഷിരിക്കുകൾ എന്നാണ്. ഈ മുഷിരിക്കുകൾ എന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്തായി? വിശ്വാസപ്രകാരം ജിന്നും മലക്കും അഭൗതികമാണ്. അപ്പോൾ അവരിടപെടുന്ന വഴികളുണ്ട് എന്ന് ആര് വിശ്വസിച്ചാലും ആ വിശ്വാസം എന്തായി? ഷിർക്കായി, കുഫറായി. അതുകൊണ്ട് ഒരു വിഭാഗത്തെ മൊത്തത്തിൽ എന്ത് ചെയ്തു? അവർ മുഷിരിക്കുകളാണ് എന്ന് സെൻസിങ്ങിന് അഭിമുഖം കൊടുത്തു. പിന്നെ 2007-ലാണ് ഈ അഭിമുഖം കൊടുത്തത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായി തന്നെ അന്ന് നമ്മുടെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? പിന്നെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായി തന്നെ നമ്മളതിന് മറുപടിയും കാര്യങ്ങളും കൊടുത്തു വന്നു. ഒരേ സ്വരത്തിലാണ് മറുപടി കൊടുത്തത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നൊരു കാഴ്ച 2010-12 കൂടിയൊക്കെ പിന്നെ സംഭവിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ആ ഒരു 10 വർഷക്കാലം എന്തായിരുന്നോ ഇവിടെ ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരുന്നത് അത് വേറെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു. അതാണ് സീരി ടവർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ അത് കൃത്യമായി ഏറ്റെടുത്ത്, അഥവാ മർക്കസുദ്ദാവ പറയുന്ന കാര്യം നമ്മളാണ് പറയുക എന്ന നിലയ്ക്ക് തന്നെ അത് മീറ്റിംഗ് കൂടി തീരുമാനിച്ച്, മറ്റു പല അജണ്ടകളും അതിനുണ്ട്, രാഷ്ട്രീയപരമായ പല അജണ്ടകളും മറ്റു പല താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അത് ഷിർക്കാന്ന് നമ്മൾ കുടുങ്ങിയിട്ടാണെങ്കിലും പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വാദം, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന വാദത്തേക്ക് അവരും കയറിക്കൂടുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് പിന്നെ വിചിന്തനം. നമ്മൾ പലയിടത്തും വായിക്കുന്നതാണ്. 2013 പിന്നെ വിചിന്തനം, അത് 2 ലക്കങ്ങളിൽ 2013 ഫെബ്രുവരി ആദ്യ ലക്കം ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ ഉറപ്പിച്ച് തൗക്കീർ ചെയ്തുകൊണ്ട് പറയണം, അഭൗതികം തന്നെ എന്ന് പറയുന്നു. അതേ സംഗതി 2013 ഫെബ്രുവരി 2-ാം പിന്നെ ലക്കത്തിലും അതേ സാധനം അതിൻ്റെ 2-ാം ഭാഗം എന്ത് ചെയ്തു? അതേ വിഷയത്തിൽ ലേഖനം വന്നു എന്ന് മാത്രമല്ല, അൽമനാർ 2013 അൽമനാറിൽ എന്ത് ചെയ്തു? പ്രത്യേകമായ ഒരു കാര്യം, 2013 ജൂലൈ ലക്കം അൽമനാറിൽ വന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ലെന്നും ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ഷിർക്കാവുന്നതും അല്ലാത്തതുമുണ്ടെന്നുമുള്ള വിചിത്രവാദം പ്രചരിപ്പിക്കുമ്പോൾ പൊതുജനമാണ് അന്താളിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിചിത്രവാദം ഇവിടെ ഒരു ടീം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കുകയാണ് എന്ന എഴുത്ത് എവിടെ വരുന്നത്? അൽമനാറിലാണ്. ഈ അൽമനാർ അടക്കമുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കിയത്? 10 കൊല്ലക്കാലം ഈ ആരോപണത്തിന് കൃത്യമായ മറുപടി കൊടുത്തു പോകുന്നത്. മാത്രവുമല്ല, ഇതിൽ പറയാണ് KJUവിൻ്റെ തീരുമാനം അംഗീകരിച്ച് തിരിച്ചു വന്നാൽ പോരെ, KJU ഷിർക്കാന്ന് പറഞ്ഞാൽ ആ ഷിർക്ക്, ആ വാദത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ പോരെ എന്ന് 2013 അൽമനാറിൽ ഇവരെന്ത് ചെയ്തു? പരസ്യമായിട്ട് എഴുതി. ഇങ്ങനെ ഈ ഒരു അപകടം, അഥവാ ഒരു വിഭാഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നിരുന്ന കാര്യം 2 വിഭാഗത്തിൽ നിന്നുമായിട്ട് എന്ത് ചെയ്തു? പിന്നെ കേൾക്കേണ്ടി വന്നു. പിന്നെ ആ വിഭാഗങ്ങൾ തമ്മിൽ ലയിക്കുന്നൊരവസ്ഥ 2016 എന്ത് ചെയ്തു?
ഐക്യപ്പെരുന്നാൾ എന്ന പേരിൽ ഒരു ലയനം, ആദർശപരമായ ലയനം തന്നെയാണ് നടന്നത് എന്ന് വരെ ഷബാബിൽ ലേഖനങ്ങൾ വന്നു ആ വിഷയത്തിൽ. അപ്പോൾ ശരിക്ക് ഈ തെറ്റ് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തൗഹീദിൽ വ്യതിയാനം വന്നിട്ടുള്ള ആളുകളുമായി ലയിക്കുക എന്ന ആ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്തായത് ഈ ഒരു ഷിർക്കാരോപണം, കുഫർ ആരോപണം, അല്ലെങ്കിൽ റിദ്ദത്ത്, ഇസ്ലാമിൽ തന്നെ പുറത്താണ് എന്ന നിലക്കുള്ള ആരോപണം പിന്നെ രണ്ട് കൂട്ടരിൽ നിന്നുമായി നമ്മൾ കേൾക്കേണ്ടി വന്നത്. ശരിക്ക് ഇവിടെ നമ്മൾ സാധാരണക്കാരെ കൂടി മുന്നിൽ കണ്ടാണ് ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കിത് പറയുന്നിടത്തുള്ള ആ ഒരു വിഷമം, ആ ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മളിത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അഥവാ ജിന്നുകളോടുള്ള ഇടപെടലുകൾ അത് ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു വിധിയാണ്. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അവർ സൃഷ്ടികളാണ്, മനുഷ്യരെ പോലെ തന്നെ വേറെ സൃഷ്ടികളാണ്, അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇടപാടുകളുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇത് പിന്നെ ഹറാമാണ്, അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന വിധിയാണ് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ ഒരു വിധി പറയുന്നിടത്തുള്ള ആ ഒരു തെളിമയാണ് നമ്മൾ നിലപാടായി എടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, ഇത് നാളിതുവരെ ഇക്കാലം അത്രയും അഹ്ലുസുന്നയുടെ നിലപാടാണ്. നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. പ്രമാണങ്ങളെ വെളിച്ചത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞ ഒരു നിലപാട് മാത്രമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലപാട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദനയും പൊള്ളലൊക്കെ ഉണ്ടാകും. കാരണം 2000 മുതൽ 2010 വരെ പലർക്കും ആ പൊള്ളലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ പൊള്ളൽ പിന്നെ ആർക്കും ഉണ്ടാകും? അതേ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വിരുന്നുകാരായി ചെന്ന് അവിടെ കൂടാൻ തീരുമാനിച്ച ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ കണ്ടത്. ഇനി മാത്രവുമല്ല, ഇനി നമ്മൾ ഇവിടെയാണ് ചില കാര്യങ്ങൾ, ഇപ്പോൾ ആ വ്യക്തിയുടെ സംസാരം നമ്മൾ കേട്ടു, അഥവാ അത് ഷിർക്ക്, കുഫറാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്താക്കിയിട്ടുള്ളത്, ഈ ഒരു ആരോപണം അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്ക് അവിടെ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു ഷിർക്കായി പഠിപ്പിച്ച കാര്യത്തെ ഷിർക്കല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാണ്. അള്ളാഹു ഷിർക്കായി പഠിപ്പിച്ചൊരു കാര്യത്തെ ഷിർക്കല്ല എന്ന് പറഞ്ഞു. ഇത് തെളിയിക്കൽ അയാളുടെ ബാധ്യതയാണ്. നുണ പറഞ്ഞു പോവുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷേ അത് സമൂഹത്തെ തെളിയിക്കണം, സമൂഹത്തിൻ്റെ മുമ്പിൽ അത് തെളിയിക്കണം, ഇല്ലെങ്കിൽ അത് പരലോകത്ത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളാരും അള്ളാഹു ഷിർക്കാക്കിയ ഒരു കാര്യത്തെ ഷിർക്കല്ല എന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ നിലപാട് നമുക്കില്ല. ഇനി മറ്റൊന്ന്, ഇപ്പോൾ നമുക്കിടയിൽ, നമ്മുടെ സംഘടനക്കിടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് കൃത്യമായ മറുപടി നൽകിയ പണ്ഡിതനാണ് ആര്? ഹമൂദ് അൻ നജിദി ഹഫിളഹുല്ല. ഈ വിഷയത്തിൽ ജംഇയ്യത്ത് ഇഹ്യാഉ തുറാസ അൽ ഇസ്ലാമി നമുക്ക് നൽകിയ മറുപടി, ആ മറുപടിയിൽ വരെ പിന്നെ നമ്മൾ അറിയിച്ച കാര്യം എന്താണ്? മിൻഹാ മാഹുവ ഷിർക്കുൻ വമിൻഹാ മാഹുവ വസീലത്തുൻ ഇല ഷിർക്ക്. ഷിർക്കാകുന്നതുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഷിർക്കാകുന്നതുണ്ട്, ഷിർക്കാകാത്തതുണ്ട്. അതെല്ലാം എന്താണ്? ഹറാമാണ്. മിംബാബി സദ്ദി ദരിഅഇല ഷിർക്ക്, അത് ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഹറാമാണ്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹ്, ഈ പ്രബല അഭിപ്രായത്തിൽ ഉലമാക്കൾക്ക് ഐക്യമുണ്ട്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമ്, അഹ്ലുൽ ഇൽമിന് ഇതിൽ ഖിലാഫില്ല, എതിരഭിപ്രായമല്ല. അഹ്ലുൽമാർ അഹ്ലുസുന്നയാണ്, അഹ്ലുസുന്നക്ക് ഇതിൽ എതിരഭിപ്രായമല്ല. ഈ ഫത്വ ഇന്നും ഇതേപോലെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത്, ഈ ഫത്വ നമുക്ക് നൽകിയ ഷെയ്ഖ് ഹമൂദ് അൻ നജിദി, മുഹമ്മദ് ഹമൂദ് അൻ നജിദി ഹഫിളഹുല്ല, അദ്ദേഹം കുഫറിലാണ്, ഷിർക്കിലാണ്, റിദ്ദത്തിലാണെന്ന് ഇവർ പറയൂ? ഇവർ പറയണമല്ലോ. കാരണം ഈ നിലപാടെടുത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിൻ്റെ പണ്ഡിതന്മാരെയും വേദനിപ്പിക്കുന്ന ഇവരെന്ത് ചെയ്യണം? സമൂഹത്തോട് പറയണം. രണ്ടാമത്തെ നമ്മുടെ ഇതാണ്. അതെ അതെ അതെ, എല്ലാ പണ്ഡിതന്മാരും ഉൾപ്പെടുത്തണം. അത് നമ്മൾ വേറെ ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ലജ്നത്തു ദായിമയുടെ ഫത്വ, ഇതേ കാര്യം നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഹമൂദ് അൻ നജിദി നമുക്ക് നൽകിയ മറുപടിയിൽ എന്താണോ അതേ കാര്യം ലജ്നത്തു ദായിമയുടെ മറുപടിയിലുണ്ട്. അപ്പോൾ ആലു ഷെയ്ഖ് അടക്കമുള്ള ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരടക്കം എഴുതിയ ഫത്വയിൽ അതുള്ളതാണ്. അത് ഹറാമാണ്, വസീലത്ത് മിൻ വസായിലി ഷിർക്ക് എന്നെ നമ്മൾ പറയുന്ന ആ നിലപാട് തന്നെ അവരും തരുന്നത്. അപ്പോൾ അത് പ്രകാരം ഈ പണ്ഡിതന്മാരും ഷിർക്കിലും കുഫറിലും റിദ്ദത്തിലുമാണോ? ഇവർ സമൂഹത്തോട് പറയട്ടെ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച ഫത്വയിൽ നമ്മൾ കേട്ടു, ഉലമാക്കൾ ഇതിൽ ഇത്തിഫാഖുണ്ട്,
അപ്പോൾ ഉലമാക്കൾ ഇത്തിഫാഖുണ്ട് അറിയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അതുപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ല, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല, ഇങ്ങനെ തുടങ്ങി അഹ്ലുസുന്നയുടെ ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ല, സഅദി റഹിമഹുല്ല, എത്ര പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ വിഷയത്തിലൊക്കെ ഇവരിങ്ങനത്തെ ഒരു വിധി പറയൂ. അപ്പോൾ അത് സമൂഹത്തോട് പരസ്യമായിട്ട് പറയാൻ കാഫറും മുർത്തദ്ദും മുശ്രിക്കുവാണെന്ന് പരസ്യമായിട്ട് പറയുകയാണല്ലോ. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഇവരിത് പറയുമോ? നമ്മുടെ ചോദ്യം അതാണ്. ഇനി അഞ്ചാമത്തത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലുള്ള പണ്ഡിതന്മാരെ നമ്മൾ എടുക്കുക. സൃഷ്ടി കഴിവും സൃഷ്ടാവിൻ്റെ കഴിവും വേർതിരിക്കുന്നിടത്ത് KM മൗലവി റഹിമഹുല്ല മുതൽ ഇങ്ങോട്ട് നമ്മൾ കൈക്കൊണ്ട ഒരു നിലപാടുണ്ട്, പ്രാമാണിക നിലപാട്. ഇവിടുത്തെ പുരോഹിതന്മാരെ മുസ്ലിയാക്കന്മാർ അവർ കൊണ്ടുവന്ന വാദങ്ങളെ ഇല്ലാതെയാക്കാൻ, ആ വാദങ്ങളെ എല്ലാ നിലക്കും തകർക്കാൻ പ്രാപ്തമായ നിലപാട് പ്രാമാണികമായി കൈക്കൊണ്ടവരാണ് നമ്മൾ. അവിടെ പ്രത്യേകിച്ച് ഉമർ മൗലവി റഹിമഹുല്ല, അതേപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് റഹിമഹുല്ല, അവരൊക്കെ ഈ വിഷയത്തിൽ തന്നെ പ്രത്യേക. അപ്പോൾ മുഖ്യശത്രു എന്ന പുസ്തകം ഈ വിഷയത്തിൽ പ്രധാന പുസ്തകമാണ്. ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകളെപ്പറ്റി, അവരുടെ ആ കാര്യകാരണ ബന്ധങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നൊരു പുസ്തകമാണത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, മുജാഹിദ് പാരമ്പര്യമാണല്ലോ ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത്. ഈ അവകാശപ്പെടുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാർ ഇവരെ വാദപ്രകാരം, ഇവരെ വിശ്വാസപ്രകാരം ഷിർക്കിലും കുഫ്റുരിദത്തിലുമാണോ? പറയട്ടെ. ഉമർ മൗലവി റഹിമഹുല്ല ആണോ? ഡോക്ടർ ഉസ്മാൻ സാഹിബ് റഹിമഹുല്ല ആണോ? ഇവർ പറയട്ടെ. ആറാമത്തത്, ഇപ്പോൾ ഈ വിഭാഗവുമായി, ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് അവരുമായി നമുക്കുള്ള ഇടപാടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, നിരവധി ആയത്തുകളുണ്ട്. ആ ആയത്തുകളെ വിഷയത്തിൽ ഖുർആൻ കുഫറും ഷിർക്കും റിദ്ദത്തുമാണ് അത്തരം ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിവർ പറയൂ. കാരണം ഈ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളെ പറ്റിയാണല്ലോ ഈ പറയണത്. പ്രമാണം പറഞ്ഞ വിശ്വാസം നിൽക്കുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ പ്രമാണത്തിലുള്ള കാര്യവും എന്താകണം? ഇവരെ വാദപ്രകാരം കുഫറും ഷിർക്കും റിദ്ദത്തും ആകണം. അതൊരു സമൂഹത്തോട് പറയട്ടെ. അല്ലെങ്കിൽ അത്തരം ആയത്തുകളോട് ഇവരെ നിലപാട് എന്താണെന്ന് പറയണം. അത് ഒരു തടിയൂരുന്ന നിലപാട് പാടില്ല. കൃത്യമായ പ്രാമാണിക നിലപാട് പറയുകയാണെങ്കിൽ അതാണ് അവർ പറയേണ്ടത്. ഇനി ഏഴാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ നമ്മളൊരു പ്രൂഫ് പോയിന്റിൽ എടുത്തിരുന്നു. ഈ മനുഷ്യരങ്ങോട്ടുള്ള കാര്യകാരണ ബന്ധം എന്താണ്, അവിടെ നിങ്ങോട്ടുള്ള കാര്യകാരണ ബന്ധം എന്താണ് എന്ന് തെളിയിക്കപ്പെടുന്ന നിരവധി ഹദീസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഹദീസുകൾ ഇവർ തള്ളുമോ കൊള്ളുമോ എന്ന് പറയട്ടെ. മാത്രവുമല്ല, ആ ഹദീസുകളൊക്കെ ഷിർക്കും കുഫറും റിദ്ദത്തും പഠിപ്പിക്കാൻ വന്ന ഹദീസുകളാണോ എന്നവർ പറയട്ടെ. മറ്റൊന്ന്, എട്ടാമത്തത്, ഇപ്പോൾ ഈ വ്യക്തി പറഞ്ഞ ഈ നിലപാട് ഇത് KNMൻ്റെ മൊത്തം നിലപാടാണോ? നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. KNMൻ്റെ മൊത്തം നിലപാടാണോ ഇത്? KNM നേതൃത്വം അംഗീകരിക്കുന്ന അവരുടെ ഔദ്യോഗിക നിലപാടാണോ? കുഫറിലും ഷിർക്കിലും റിദ്ദത്തിലുമാണ് അഹ്ലുസുന്നയുടെ നിലപാട് എടുത്ത വിഭാഗം കുഫറിലും ഷിർക്കിലും റിദ്ദത്തിലുമാണ് എന്നത് ഇവരുടെ മൊത്തം നിലപാടാണോ? ആണെങ്കിൽ അത് അവർ സമൂഹത്തോട് പറയട്ടെ. പിന്നെ മറ്റൊന്ന്, ഈ നിരുപാധികം ഇടപെടുന്നത്, പിന്നെ ഇവരുമായിട്ടുള്ള ഇടപെടൽ നിരുപാധികം ഷിർക്കാണ് എന്ന് ആര് പറഞ്ഞു? അതാ കിട്ടേണ്ടത്. ഏത് ആയത്തിൻ്റെ, ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആ നിരുപാധികം അത് ഷിർക്കാണ്, അതിലങ്ങനത്തെ ഒരു വസീലെ കാര്യങ്ങളൊന്നുമില്ല എന്ന് ആര് പറഞ്ഞു? അതെന്ത് ചെയ്യണം? അതെ, മൊത്തത്തിലത് ഷിർക്കാന്നുള്ളത് ആര് പറഞ്ഞു എന്നുള്ളത് എന്ത് ചെയ്യണം? ഇവർ പറയണം. ഇനി മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 10 വർഷക്കാലം മർക്കസ് ദഅവക്ക് മറുപടി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇതേ വാദം ഉന്നയിച്ച ആളുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ ആ മറുപടി പറഞ്ഞ കാലത്തെ വിധി എന്താണ്? അത് കുഫറാണ്, ഷിർക്കാണ്, റിദ്ദത്തിലാണ്. ആ 10 കൊല്ലം എന്നല്ല, ഒരു നൂറ്റാണ്ടിലേറെയായി. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ ഷിർക്കിലും കുഫർ റിദ്ദത്തിലുമായിരുന്നോ ഉണ്ടായിരുന്നത്? പറയട്ടെ. കാരണം തൗഹീദാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ഇവർക്ക് തൗഹീദിൽ വന്ന ദുർബലതയും അതുപോലെ തന്നെ പിഴവ് എന്താണെന്ന് ഒരു മനസ്സിലാക്കാതെയാണ് ഈ പറയണത്. മനസ്സിലാക്കിയിട്ടും അതിൽ കടന്നെന്ത് ചെയ്യാണ്? കളിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവർ പറയട്ടെ. ഇനി മറ്റൊന്ന്, ഇപ്പോൾ അവരുടെ KJUവിൻ്റെ പ്രധാന നേതൃത്വം വഹിക്കുന്ന ഹനീഫ് കായക്കുടി അദ്ദേഹം എഴുതിയ പ്രബന്ധത്തിൽ, ആ പ്രബന്ധത്തിലും ഈ കാര്യം തന്നെയാണ്, നമ്മളെടുത്ത നിലപാടാണ് ആ പ്രബന്ധത്തിലുള്ളത്. ആ പ്രബന്ധത്തിന് ഒരു തിരുത്തോ അല്ലെങ്കിൽ ആ പ്രബന്ധത്തിൽ തെറ്റ് വന്നാണ് ഞാൻ തൗബ ചെയ്യുന്നു എന്ന നിൽക്കും നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ആ പ്രബന്ധത്തിൽ പറഞ്ഞത് ഷിർക്കും കുഫറും റിദ്ദത്തുമായിരുന്നു. അത് KJUവിന് സമർപ്പിച്ച പ്രബന്ധമാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി അത് രേഖപ്പെടുത്തി അത് ഏകീകരിച്ചുകൊണ്ടാണ് ആ പ്രബന്ധം ഉള്ളത്.
അപ്പോൾ ആ പ്രബന്ധം എഴുതിയ കാലത്ത് അത് ഷിർക്കും കുഫറും റിദ്ദത്തും വാദിച്ച് അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രബന്ധം എഴുതിയിരുന്നത്. ഇവർ സമൂഹത്തോട് പറയട്ടെ. പുളിക്ക നടന്ന പ്രോഗ്രാമില് ആ പ്രബന്ധത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതെ, അത് ചില ന്യായീകരണങ്ങൾക്കല്ല പ്രസക്തിയോടെ അതിൻ്റെ വസ്തുതയെ ഇനി അവർ മാറിയ ആശയത്തിലെ തെളിവ് വെച്ച് എന്ത് ചെയ്യണം, അവരതിനെ ഗണ്ണിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതാക്കുക. ഇനി മറ്റൊന്ന്, ഇത്രയും കാലം ഈ ഒരു നൂറ്റാണ്ട് കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം ഷിർക്കിലും കുഫറിലുമായിരുന്നോ എന്നിവർ സമൂഹത്തോട് പറയണം. കാരണം ഒരു സുപ്രഭാതത്തിൽ അത് ഷിർക്കാണ്, കുഫറാണ്, റിദ്ദത്താന്ന് പറയുമ്പോൾ പറയാൻ ആവേശം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താ? ഒരു നൂറ്റാണ്ട് കാലത്തെ തൗഹീദിന് വേണ്ടിയുള്ള അധ്വാനമാണ് പൊളിക്കണത്. അതുവരെ തിരിച്ചറിയുന്നില്ല. ഇനി മറ്റൊന്ന്, ഇസ്ലാമിൻ്റെ ഒരു നിയമം, ഒരു കായിദുണ്ട്. ആ കായിദക്ക് എതിരായിട്ടാണ് ശരിക്കും ഈ വ്യക്തിൻ്റെ പ്രസംഗം. കാരണം ഇസ്ലാമിൻ്റെ വിധികളെപ്പറ്റി കൃത്യമായ അടിസ്ഥാനപരമായൊരു പഠനം നടത്തിയാലുള്ളല്ലോ അത് മനസ്സിലാകും. എന്താണ് ഇസ്ലാമിൽ ഹറാമായത്, അതേപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്നത്, ഹറാമിലേക്ക് എത്തിക്കുന്നത്, ഷിർക്കല്ലാത്തത്, കുഫറല്ലാത്തത്, ഇങ്ങനത്തെ ഒരു വകുപ്പ് ഇസ്ലാമിലുണ്ട്. അപ്പോൾ ആ ഒരു വകുപ്പിനെ ഒറ്റ വാക്കിൽ ഇല്ല, പൊളിക്കുക, തകർക്കുക എന്നത് അത് ശരിക്ക് വലിയ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. കാരണം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇക്കാലം അത്രയുമുള്ള പണ്ഡിതന്മാർ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക ഷിർക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ രൂപങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് വഴി എവിടേക്കെത്തും? ഷിർക്കിലേക്കെത്തും. അതേപോലെ തന്നെ നമ്മൾ മുതിർന്നവരെ, അതുപോലെ അറിവുള്ളവരെ, വലിയ സ്ഥാനം വഹിക്കുന്നവരെ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷേ അത് പരിധി വിട്ടാൽ പ്രശ്നമാണ്. അപ്പോൾ അവരെ ആദരിക്കുക എന്നുള്ളത് ഷിർക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ ആദരവിൽ പരിധി വിടലും അതുപോലെ തന്നെ അതിർലംഘനവും മറ്റൊക്കെ വരുമ്പോൾ എവിടേക്ക് എത്തുകയാണ്? അത് ഷിർക്കിലേക്ക് എത്തുകയാണ്. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഖബർ കെട്ടിപ്പൊക്കൽ എന്തല്ല? ഷിർക്കല്ല. പക്ഷേ ആ പണി എന്താണ്? ഹറാമാണ്, അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ഒരു വകുപ്പ് ഇസ്ലാമിലുണ്ട്. ഈ വകുപ്പിനെ തന്നെ പൊളിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനി അതുമല്ല, ഇവിടെ ഇപ്പം എന്താ പറയുന്നത്? എന്തുകൊണ്ട് പിന്നെ ഷിർക്ക് എന്ന് പറയുന്നില്ല? അല്ല ഷിർക്കാന്ന് പറയാത്തൊരു കാര്യത്തെ നമുക്ക് ഷിർക്കാന്ന് പറയാൻ പറ്റില്ല. അല്ല ഹറാമാന്ന് പറഞ്ഞൊരു കാര്യത്തെ നമുക്ക് ഹലാലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അല്ല ഹറാമാന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്, അല്ല ഹലാലാന്ന് പറഞ്ഞാൽ അത് ഹലാലാണ്, അല്ല ഷിർക്ക് പറഞ്ഞാൽ അത് ഷിർക്കാണ്, കുഫർ പറഞ്ഞാൽ അത് കുഫറാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു വകുപ്പാണ്, ഒരു വിധിയുടെ അടിസ്ഥാന നിയമമാണ്. അപ്പോൾ ഈ കാര്യം പഠിക്കാത്തതിൻ്റെ അജ്ഞതയാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതിലൂടെ കാണുന്നത്. ഇനി മറ്റൊന്ന്, ഈ ഒരു വാദത്തിലേക്ക് ഇവരെത്താൻ 5/6/2011 ആ ഡേറ്റ് നമ്മൾ ശരിക്ക് ആളുകൾ ഓർക്കണം. 5/6/2011 CD ടവറിൽ അബ്ദുറഹ്മാൻ സലഫി ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിൽ പറയണത് എന്താണ്? ഷിർക്കാന്ന് നമ്മളോട് പറയുക, എടങ്ങാറാണെങ്കിലും ഷിർക്കാന്നാണ് പറയുക. നമ്മൾ ചോദിക്കുന്നത് അത് ഷിർക്കാന്ന് പറയാനുള്ള തെളിവോടുന്ന കിട്ടിയത് എവിടെ? ഏതായത്താണ് അവിടെ ഇറങ്ങിയത്? അതുവരെ പറയണം. കാരണം എടങ്ങാറായി ഷിർക്കാക്കിങ്ങാണ്ട് മറ്റുള്ളവരെ കൂടെ ചേർന്നിട്ട് മുവാഹിദുകളെ കുഫറും ഷിർക്കും റിദ്ദത്തും ആരോപിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ന്യായമായിട്ട് ചോദിക്കുകയാണ്, ആ തെളിവൊന്ന് കാണിച്ചു തരട്ടെ. ആ മീറ്റിങ്ങിൽ ഇറങ്ങിയ തെളിവ് ഏതാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരണം. മറ്റൊന്ന്, നമ്മൾ പിന്നെ KJU സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, അഥവാ മർക്കസ് ദഅവ വിഭാഗം നമുക്ക് നേരെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, ഇത് വമ്പിച്ച ആരോപണമാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് അന്ന് ദുർവ്യാഖ്യാനിച്ചിക്കല്ലേ ശരിക്ക്? അങ്ങനെയുള്ള വരിക. കാരണം അവർ നമ്മളെ നേരെ ഉദ്ധരിച്ച ഷിർക്കാരോപണം, കുഫറാരോപണം അത് വമ്പിച്ച കളവാണ് എന്ന ആയത്തോതി നമ്മൾ പറഞ്ഞിരുന്നു അന്ന്. പിന്നെ അവരിലേക്ക് ചേർന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ആയത്തും വേണ്ട, ഈ ആയത്ത് എന്തിനാണ് തെളിവാക്കി അതും ആവശ്യമില്ല. അപ്പോൾ പച്ചയായ ദുർവ്യാഖ്യാനം അന്ന് നടത്തിയോ ഇല്ലേ? അതല്ല, അന്ന് ഷിർക്കും കുഫറും റിദ്ദത്തും സ്ഥാപിക്കാനാണോ ഈ ആയത്ത് തെളിവാക്കിയത്? ഇതൊക്കെ സമൂഹത്തോട് ഇവർ പറയണം. എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഒന്നങ്ങോട്ട് പിന്നെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ച് പോയാൽ പോരാ. ഇനി മറ്റൊന്ന്, പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ആണല്ലോ ദൂരവ്യാപകമായ രീതിയിൽ ഷിർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നു. നമ്മൾ അവരെപ്പോലും വ്യക്തിപരമായിട്ട് എന്ത് പറയലില്ല? അത് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയലില്ല. നമ്മളെന്താ പറയൽ?
ആ ചെയ്യുന്ന കാര്യം ഷിർക്കാണ്, ആ ചെയ്യുന്ന കാര്യം കുഫറിൻ്റെ ആണ്, ആ ചെയ്യുന്ന കാര്യം നിങ്ങളെ അപകടത്തിലേക്ക് എത്തിക്കും. ഇതങ്ങനെയല്ല. ആ വിഭാഗം തന്നെ എന്താണ്? ഷിർക്കാണ്, കുഫറാണ്, റിദ്ദത്താണ് എന്ന് ഇവിടെ സലാം സുലൈമി പറഞ്ഞ മൗലവി വിഭാഗം മുഷിരിക്കുകൾ എന്ന അന്ന് സലാം സുലൈമി എഴുതിയത് കുറച്ചുകൂടിയും ഗൗരവത്തിലാണ്. കുഫറാണ്, ഷിർക്കാണ്, റിദ്ദത്താണ്. 3 അപകടകരമായ ആരോപണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വ്യക്തിയുടെ ഒരു സംസാരം കേൾക്കുക. ആ സംസാരം കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. കരയിൽ ഒരയിൽ വീണ് മുങ്ങിച്ചാവുന്നൊരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ഒരു ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക, ചെറുതാണ്, ചെറുപ്പമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? ഇപ്പോൾ ഇതിൽ പറയണത് ജായിസാണ് എന്നാണ്. അതായത് ഒരു ജിന്ന് അവിടെ കരയിൽ നിൽക്കുന്നത് കണ്ടാൽ അതിനോട് ചോദിക്കൽ ജായിസാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇതിപ്പോൾ മൂപ്പര് ക്ലാസ് എടുത്ത കാര്യമാണ്. ഈ വിശ്വാസത്തിൽ നിന്ന്, കാരണം ഇപ്പോൾ പറഞ്ഞത് പ്രകാരം അന്ന് കുഫറിലും ഷിർക്കിലും റിദ്ദത്തിലുമാണ്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു മാറ്റത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലണമല്ലോ. കാരണം ഷിർക്കിലും കുഫറിലും റിദ്ദത്തിലും കഴിഞ്ഞ ഒരാൾ ഷിർക്ക് പിന്നെ അങ്ങോട്ട് വേറെ വരുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലി അതൊക്കെ പ്രഖ്യാപിച്ച് ആ തെറ്റൊക്കെ തീർത്തിട്ടാണോ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാദത്തിലുള്ളത് എന്ന് എന്ത് ചെയ്യണം? അദ്ദേഹം സമൂഹത്തോടൊന്ന് പറയണം. ഇനി ഇതിൽ അദ്ദേഹം നടത്തിയ 2-3 കബളിപ്പിക്കലുണ്ട്. അതുകൂടി നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കണം. എന്താണ്? ഒന്ന്, ജിന്നിനോട് സഹായം തേടുന്നു എന്ന് വിസ്ഡം പ്രഖ്യാപിച്ചു. ഇതാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. ഇത് വമ്പിച്ച കളവാണ്, വമ്പിച്ച നുണയാണ്. ഈ ഷിർക്കും കുഫറും റിദ്ദത്തും ആരോപിക്കാൻ ഒരു ലജ്ജയുമില്ലാതെ ആരോപിക്കാൻ, അതാണ് നമ്മൾ പറയണം. ഒരു നാണം വേണമല്ലോ ഈ വിഷയത്തിൽ. ഇത്ര വമ്പിച്ച ഗുരുതരമായ ആരോപണം നടത്താൻ എങ്ങനെ ഇവർക്ക് സാധിക്കും എന്ന് നമ്മൾ ചോദിക്കണം. ഇത് കുറച്ച് നമ്മൾ വൈകാരികമായിട്ട് പറയണം. എന്താ അറിയോ? ഒരു മുവഹിദിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അത് ചെറിയ വിഷയമല്ല. അപ്പോൾ വമ്പിച്ചൊരു നുണ സമൂഹത്തോട് പറഞ്ഞു. അത് അവർ തിരുത്തണം, അവർ സമൂഹ മധ്യത്തിൽ അത് തിരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനി മറ്റൊന്ന്, മൊഹീദ്ദീൻ ഷെയ്ഖുമായി കൂട്ടിക്കിട്ടും. മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ഷിർക്കാണോ എന്ന് ചോദിച്ചിട്ട് കുട്ടികളൊക്കെ ഉണ്ട്, ഷിർക്കാണ്. അതെ, ഇവർ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നു, അപ്പോൾ അത് ഷിർക്കാണ്, ഇതും ഷിർക്കാണ്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം? എന്തിനാ കബളിപ്പിക്കണം? അതുമ്പോൾ തന്നെ ഇപ്പോൾ മർക്കസ് ദഅവക്കാർ ചെയ്യുന്ന പണി ഇതാണ്. ഇതേ കാര്യമാണ് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്ന പോലെയാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതേ കാര്യം മറ്റൊരു സ്റ്റേജിൽ മറ്റൊരു ഓഫീസിൽ ഇരുന്ന് കണ്ട് എന്ത് ചെയ്യുന്നു? ഇവരും പ്രചരിപ്പിക്കുന്നു. ഇവർ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നിർത്തണം. കാരണം പരലോകം ഉണ്ട് എന്നാണ് ഇവരെന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയേണ്ടത്. ഇനി മറ്റൊന്ന്, ഷിർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അത് പ്രബോധനം ചെയ്യുന്നു. മഅദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. കാരണം നമ്മളിവിടെ പറഞ്ഞു പണ്ഡിതന്മാർ ഏക അഭിപ്രായത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ പണ്ഡിതന്മാരൊക്കെ ഷിർക്ക് പ്രൊമോട്ട് ചെയ്യുന്നവരും ഷിർക്ക് പ്രബോധനം ചെയ്യുന്നവരുമാണോ? ഇവർ പറയണം. അഹ്ലുസുന്നയെ ഇത്രത്തോളം മോശമാക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ എന്ത് ചെയ്യണത്? പ്രവർത്തിക്കുന്നത്. എന്താണ് അവരങ്ങനെ ചിന്തിക്കാത്തത്? ഇനി അതുമല്ല, ആ സംസാരത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഹറാമും വസീലത്ത് ഷിർക്കും ആണ് എന്ന് ഒരു പറച്ചിലാണ്. അത് പറച്ചിലല്ല. നമ്മൾ ഹറാമും വസീലത്ത് ഷിർക്കുമാണ് എന്ന് പറയുന്നത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കബളിപ്പിക്കലിലൂടെയാണ് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവരെ കാണുന്ന, ഇവരെ അനുകരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദം വലാ കിതാബിൻ മുനീർ. അതായത് ഒരു തെളിവുമില്ലാതെ നേർമാർഗത്തിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ ഒരു ഹുദ വെളിച്ചം ഇല്ലാതെ, അറിവില്ലാതെ ജനങ്ങളോട് തർക്കിക്കുന്ന പല ആളുകളുണ്ട്. അവരെ അതിലേക്ക് നയിക്കുന്നത് അവരെ കിബറാണ്. സാനിയ ഇത്ഫിഹി എന്നാണ്. അവരെ അഹങ്കാരമാണ് അതിന് കാരണം. ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കുകയാണ് അവരാളുകളെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അവർക്ക് ദുന്യാവിൽ ഖിസിയാണ്, നഷ്ടമാണ്. വനുദീഖുഹു യൗമുൽ ഖിയാമ അദാബൽ ഹരീഖ്. ഖിയാമത്ത് നാളിൽ വളരെ വേദനിക്കുന്ന ശിക്ഷയാണ് അള്ളാഹ് അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പേടി ഈ നേതൃത്വത്തിനും അവരെ വിശ്വസിച്ച് പോകുന്ന ആളുകൾക്കും ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയാകുന്ന ഒരു കാര്യം
സഹായതേട്ടമാകുന്ന ഒരു കാര്യം, തവക്കുലാകുന്ന ഒരു കാര്യം, അല്ലാ എന്ന് വിളിക്കേണ്ട ഒരു കാര്യം ഒരു സൃഷ്ടിയോട്, അത് മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ജന്തുക്കളാകട്ടെ, സസ്യങ്ങളാകട്ടെ, ആരാകട്ടെ, അങ്ങനത്തെ നിലപാടെന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അത് ഇസ്ലാമിൻ്റെ നിലപാടല്ല, അതൊരിക്കലും മുവഹിദുകളായ നമുക്കില്ല എന്നാണ് സമൂഹത്തോട് പറയാനുള്ളത്.